കണ്ണ് തനിക്കിഷ്ടമുള്ളത് മാത്രം കാണും, വേറെ ഒന്നും കാണില്ല. കാത് തനിക്കിഷ്ടമുള്ളത് മാത്രം കേൾക്കും. മനസ്സിൽ താൻ ഇഷ്ടമുള്ളത് മാത്രം ചിന്തിക്കും. അങ്ങനെയുള്ളവരുണ്ടോ ഇവിടെ? ആരുമില്ല. അതുകൊണ്ട് ആരെങ്കിലും ഒരു ദിവസം ഇപ്പം പൂവായിട്ട് വന്നാൽ എല്ലാവരും കൂടെ നോക്കിയിരിക്കും. എന്നിട്ട് അവരെ കൊണ്ട് ഇരുത്തിയതിന് ശേഷമല്ലേ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കും. നമ്മളൊന്നും ജിതേന്ദ്രിയനല്ല. നമ്മൾ എന്തെങ്കിലും കണ്ടാൽ അങ്ങോട്ട് നോക്കും. എന്തെങ്കിലും പ്രത്യേകിച്ച് വന്ന് കേട്ടാൽ ഇപ്പം ചേട്ടൻ വന്ന് വിചാരിക്കും എല്ലാവരും എന്തിനാ പറയും. അപ്പോൾ വിഷ്ണു ഭഗവാൻ പറയുകയാണ്, അല്ലയോ നാരദ, അങ്ങനൊന്നും വീമ്പ് പറയരുത്. ഈ മായ എല്ലാവരെയും പെടുത്തിക്കളയും. മായ എല്ലാവരെയും പെടുത്തിക്കളയും. ഈ മായയിൽ പെടാത്തവരായിട്ട് ആരുമില്ല. അങ്ങ് എൻ്റെ കാര്യം ഒന്ന് നോക്കൂ. ആ മായ പറയുമ്പോൾ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ, ആ പ്രകൃതീശ്വരി കൽപ്പിച്ചപ്പോൾ ഞാൻ എന്തെല്ലാം ചെയ്ത് എന്തെല്ലാം കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ സുഖമായിട്ട് ആ ഡള്ളപ്പം എത്തേ കിടന്ന് സുഖമായിട്ട് ഉറങ്ങാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അതാണ്. കാര്യം എന്താ? ഭൂമിദേവിയുടെ മടിയിലാണ് തല വെച്ചിരിക്കുന്നത്.